ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുറച്ച് കോവയ്ക്ക നിന്നായിരുന്നു. ഞാൻ നട്ടതാണ്. അപ്പോൾ ഞാനിത് പറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചേറെ പറിച്ചെടുത്തു. ചിലപ്പോൾ 1 കിലോ, 1.5 കിലോ, 2 കിലോ ഒക്കെ കിട്ടുന്ന ദിവസങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു 10 എണ്ണം മതി ഒരു 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 നല്ലൊരു മെഴുക്കുവരട്ടിക്കുണ്ട്. കുറച്ചുണ്ടെങ്കിൽ എളുപ്പം ഒരു കിലോ, 2 കിലോ, 3 കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പറിച്ചെടുത്തു ഫ്രഷായിട്ട്. നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടായതാണ്. അത് നല്ലപോലെ വെള്ളത്തിയിട്ട് കഴുകി വാരി അതിൻ്റെ സൈഡ് മുറിച്ചിട്ട്, ഇപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ മുറിച്ചിട്ട് നീളത്തിലരിഞ്ഞ് എല്ലാം ഒരുപോലെ അരിഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ ഒരു വെറൈറ്റി രീതി മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്താൽ ചെയ്യുന്നത്. മെഴുക്കുവരട്ടി എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യുക. മെഴുക്കുവരട്ടി വെക്കാൻ എല്ലാവർക്കും ഏത് കുഞ്ഞുങ്ങൾക്ക് വേണേലും മെഴുക്കുവരട്ടി വെക്കാൻ അറിയാം. അതല്ല, ഞാൻ ഇന്നിപ്പം ചെയ്തപ്പോൾ ഞാനത് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അത് എളുപ്പമായതുകൊണ്ട് നമുക്ക് കണ്ടാൽ തോന്നും അത് ഒരുപാട് വിളഞ്ഞാണെന്ന്. ഒരുപാട് വലുതാവുന്ന സൈസാണ്. അത് നല്ലപോലെ അരിഞ്ഞ് അവിടെ വെച്ചു. എന്നിട്ട് ഒരു 2 സവാള എടുത്തു. നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. സവാളയും 2-3 പച്ചമുളകും, ഒരു ശകലം വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പിലയും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്ന രുചി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കരിയാപ്പിലയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ അരിഞ്ഞ് വെച്ച കോവയ്ക്കായൂടെ ഇടണം. നീളത്തിൽ അരിഞ്ഞത് അതൊരു പ്രത്യേക രുചിയും പ്രത്യേക ഒരു ഇതൊക്കെ കാണാനും കഴിക്കാനുമെല്ലാം. അതിന് ശേഷം ഒരു ശകലം മസാലപ്പൊടി ഇടണം. അതിപ്പം ഞാനിട്ടത് ഗരം മസാലയാണ്. ഇഷ്ടമുള്ളത് പോലെ ഉള്ളവർക്കിടാം. അല്ലെങ്കിൽ ചിക്കൻ മസാലയെങ്കിൽ അത് ആ എണ്ണയ്ക്കകത്ത് തന്നെ അത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് വെന്തതുപോലെ വരും. എന്നിട്ട് അതൊന്ന് ഇളക്കി ചെറിയ തീയിൽ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് അത് ആ എണ്ണയ്ക്കകത്ത് തന്നെ അത് നല്ലപോലെ മൂക്കും. അഥവാ അത് മൂത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇച്ചിരി എണ്ണയോട് ഒഴിച്ച് കൊടുക്കണം. ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. കഴിക്കാത്ത എല്ലാവർക്കും ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഒരു തുള്ളി പോലും വെള്ളം ഞാനിത് ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് രുചി. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ രീതിയിലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.